പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വൻ സ്ഫോടനം. ഇസ്ലാമാബാദിലെ ഒരു ഷിയ മസ്ജിദിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1:40 വലിയ സ്ഫോടനമുണ്ടായത്. ചാവേർ ആക്രമണമാണ് എന്നാണ് സംശയിക്കുന്നത്. ഈ മസ്ജിദിൻ്റെ പരിസരത്ത് വെച്ചാണ് സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിവെച്ചാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നാണ് അനുമാനിക്കുന്നത്. കാരണം നിരവധി മൃതദേഹങ്ങൾ അവിടെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. നിരവധി പേർ മരിച്ചിട്ടുണ്ടാകാം എന്ന് അനുമാനിക്കപ്പെടുന്നു. ഇപ്പോൾ എന്തായാലും ഇതുവരെ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ കഴിഞ്ഞ വർഷം നവംബറിലും സ്ഫോടനം നടന്നിരുന്നു. അതിലും നിരവധി പേർ 12 പേരോളം കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അതേ നഗരത്തിൽ ഷിയ മസ്ജിദിന് തൊട്ട് മുന്നിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം നടന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അവിടെ പ്രാർത്ഥനാ ദിവസവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഈ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് ചാവേർ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭീകരാക്രമണങ്ങളും ഭീകര സ്ഫോടനങ്ങളും ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ ആയുധമായിരുന്നു. അവർ ഇന്ത്യക്ക് നേരെ അത് പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാനെ അതിപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഷിയ സുന്നി മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം അത് പതിവാണ്. ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ആഭ്യന്തര സുരക്ഷയിൽ ഈ അടുത്ത കാലത്ത് വലിയ വെല്ലുവിളികൾ ഉണ്ടായ ഒരു സമയമാണ്. അതായത് പാകിസ്ഥാനിൽ വിഘടനവാദം ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വ മേഖലകളിൽ പാക് താലിബാൻ്റെ വലിയ ഭീഷണിയുണ്ട്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അടക്കമുള്ള സംഘടനകളുടെ ഭീഷണി പാകിസ്ഥാനുണ്ട്. അതോടൊപ്പമാണ് സുന്നി ഷിയ സംഘർഷവും രാജ്യത്തുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ സ്ഫോടനം എന്ന് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തെയും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിൽ തന്നെ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ സ്ഫോടനം നടന്ന് ഇത്രയും സമയമായിട്ടും ഈ സ്ഫോടനത്തെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പാകിസ്ഥാൻ ഭരണകൂടം മിണ്ടിയിട്ടില്ല എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യവുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.